ഒരു ചെറുകഥയാണ്. വെറുതെ ഇരുന്നപ്പോൾ അക്ഷരങ്ങളോടൊപ്പമുള്ള ഒരു കൂട്ടുകൂടൽ. ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ക്ലാവ് പിടിച്ച ജീവിതങ്ങൾ. പൊട്ടിയതും പൊട്ടാത്തതുമായ കളിപ്പാട്ടങ്ങളും വളപ്പൊട്ടുകളും അടുക്കി പെറുക്കുന്നതിനിടെ മല്ലികാമ്മ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരുന്നു. കുട്ടിയൊക്കെ വാരി വലിച്ചിടും. ഇതൊക്കെ അടുക്കി പെറുക്കി വയ്ക്കാൻ ഞാനൊരാൾ. എത്ര വൃത്തിയിലെടുത്തു വെച്ചാലും ഒക്കെ വാരി വലിച്ചിടും. അത് കേട്ടുകൊണ്ടാണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന സ്റ്റീഫൻ അങ്ങോട്ട് കയറി ചെന്നത്. എന്താ മല്ലികാമ്മേ, ശബ്ദത്തിനൊരു പതർച്ച? ഏയ് ഒന്നുമില്ല, മല്ലികാമ്മ ഇടറിയ ശബ്ദത്തിൽ മറുപടി കൊടുത്തു. എന്നാൽ ആ വാക്കുകൾ കൊണ്ട് സ്റ്റീഫൻ തൃപ്തിയായില്ല. ഉണ്ടല്ലോ മല്ലികാമ്മേ, മരുമകളും പേരക്കുട്ടിയും തിരിച്ചുപോയി ഇല്ലേ? വിഷമം മറയ്ക്കാനുള്ള ഒരു മുഖംമൂടിയല്ലേ ഈ പെറുപെറുക്കലും ബഹളവും? അപ്പോഴേക്കും മല്ലികാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. നീ പറഞ്ഞത് ശരിയാ സ്റ്റീഫ, ചിലപ്പോഴൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാതെ വരുന്നു. പ്രിയയും കുട്ടിയും വരുന്ന ദിവസം സന്തോഷം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയാറില്ല. അവർ പോകുന്ന ദിവസം സങ്കടം കൊണ്ടും. 2 ദിവസം വേണം ഇനിയൊന്ന് ശരിയാവാൻ. തിരിച്ചു പോകുന്ന സമയത്ത് അലങ്കോലമാക്കിയിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ പെറുക്കി വെക്കാൻ പ്രിയ തുനിഞ്ഞതാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇതൊക്കെ പെറുക്കി വെച്ചിട്ടെങ്കിലും 2 ദിവസം തള്ളി നിൽക്കാലോ എന്ന് കരുതി. അപ്പോൾ മല്ലികാമ്മയ്ക്ക് മോനെ കാണണ്ടേ? മരുമോളെയും കുഞ്ഞിനെയും കണ്ടാൽ മതിയോ? അവന് തിരക്കല്ലേ സ്റ്റീഫ? ജോലി ബാംഗ്ലൂരാണെന്നാണ് പറയുന്നത്. പക്ഷേ ഓരോ മാസവും കമ്പനിയുടെ ആവശ്യത്തിനായി ഓരോ രാജ്യങ്ങളിലാണ്. അവൻ്റെ തിരക്കുകളൊക്കെ കഴിയുമ്പോഴേക്കും ഈ അമ്മയുടെ ആയുസ്സും കഴിയും. മല്ലികാമ്മ തൻ്റെ കണ്ണുകൾ തുടച്ചു. ആ കണ്ണുകളിൽ വേദനയുടെ ഈർപ്പം ഉണ്ടായിരുന്നു. അല്ല, ധ്രുവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എത്ര കാലമായി മല്ലികാമ്മയെ അങ്ങോട്ട് വിളിക്കുന്നു. ഇപ്പോൾ അങ്ങനെയല്ലേ, അച്ഛനമ്മമാരുടെ അടുത്ത് വന്നു നിൽക്കാൻ സാഹചര്യങ്ങൾ കൊണ്ട് മക്കൾക്ക് കഴിയാതെ വരും. പ്രായമാകുമ്പോൾ തിരക്കുകൾ ഇല്ലാതാവുന്ന അച്ഛനമ്മമാർ മക്കളുടെ അടുത്തേക്കല്ലേ പോവാറ്. അതും ശരിയാ. ബാംഗ്ലൂരിൽ ജോലിക്ക് കയറിയ കാലം തൊട്ട് അവൻ അങ്ങോട്ട് വിളിക്കുന്നതാ. അന്ന് അച്ഛനുണ്ടായിരുന്ന കാല ഈ മണ്ണ് വിട്ട് മാറി താമസിക്കാൻ പാസിച്ചേട്ടന് ഇഷ്ടമായിരുന്നില്ല. ഇപ്പോൾ പാസിച്ചേട്ടൻ ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ടു പോവാൻ എൻ്റെ മനസ്സിനും കഴിയണില്ല. മനസ്സിവിടെ വച്ചിട്ട് ഒരുപാട് അസുഖങ്ങളുള്ള ഈ ശരീരം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? എൻ്റെ ജീവിതം ഇവിടെ തന്നെ, എന്നേക്കുമായി ഒരു വിശ്രമം. അത് ഈ മണ്ണിൽ തന്നെ വേണം. നിനക്കറിയാലോ, ഒരുപാട് ചികിത്സകൾക്ക് ശേഷം 40 വയസ്സിലാണ് ഞാൻ അമ്മയായത്. ബാസിച്ചേട്ടന് 50 വയസ്സ്. വാർദ്ധക്യത്തിലേക്കുള്ള പടികൾ കയറുന്നതിനിടെയാണ് ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായത്. അവനെന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ വളർന്നപ്പോൾ അവൻ അവൻ്റെ ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിച്ചു. ബാംഗ്ലൂരിലേക്ക് ജോലി കിട്ടി പോകുമ്പോൾ ആ ജോലി ഉപേക്ഷിക്കാൻ പറയാൻ മനസ്സൊരുപാട് വട്ടം ശ്രമിച്ചു. പക്ഷേ അവൻ്റെ അച്ഛൻ അത് പുറത്തു പറയാൻ എന്നെ അനുവദിച്ചില്ല. അവൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കാൻ ഒരിക്കലും അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. അവൻ്റെ അച്ഛൻ മരിക്കുന്ന സമയം ഒരു നിയോഗമെന്നേ പറയണ്ടു. അവൻ ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മകനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് മരിക്കാറായി. ഒരുപക്ഷെ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിന്ന് വരില്ല. അങ്ങനെയൊന്നും പറയാതിരിക്കൂ മല്ലികാമ്മേ. നിങ്ങളൊന്ന് വിളിച്ചാൽ അവൻ ഓടി വരില്ലേ? വരും. എന്നാലും ആ വരവിന് ഒരു കാരണമല്ലേ ഉള്ളൂ. എനിക്ക് അവനെ കാണണമെന്നുള്ളത്. എന്നെ കാണാൻ അവൻ എന്തേ തോന്നാത്തത്? ഇതിൻ്റെയൊക്കെ അർത്ഥം എൻ്റെ കുട്ടിക്ക് എന്നോട് സ്നേഹമില്ല എന്നല്ല കേട്ടോ. അവൻ്റെ ഉള്ളിൽ മുഴുവൻ ജോലിയോടുള്ള ആത്മാർത്ഥതയാ. ഇടയ്ക്ക് അവൻ വിളിക്കുമ്പോൾ അവൻ അമ്മ കഴിഞ്ഞേ ഈ ഭൂമിയിലെല്ലാം ഉള്ളൂ എന്ന് തോന്നും. എന്നാൽ ചിലപ്പോൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഈ ഭൂമിയിൽ അവന് ഏറ്റവും ദേഷ്യം എന്നോടാണെന്ന് തോന്നും. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ പ്രിയയാ സ്റ്റീഫ. അവൾ എൻ്റെ മരുമോളല്ല, മോള് തന്നെയാ. ജോലി തിരക്കും കുഞ്ഞിൻ്റെ പഠനം ഇതൊക്കെ ഉണ്ടായിട്ടും 2 മാസം കൂടുമ്പോൾ അവൾ എന്നെ കാണാൻ വരും. ഓരോ പ്രാവശ്യവും അവളുടെ കൂടെ ചെല്ലാൻ നിർബന്ധിക്കും. തിരിച്ചു പോകുമ്പോൾ സങ്കടത്തോടെയാണ് അവൾ മടങ്ങാറ്. എല്ലാ ദിവസവും മുടങ്ങാതെ വിളിക്കും. മരുന്നും ഭക്ഷണവും ഒക്കെ എടുത്തു തരാൻ ജാനകിയെ ഓർമ്മിപ്പിക്കും. എനിക്ക് സഹായത്തിനായി ജാനകി ഏർപ്പാടാക്കി തന്നതും അവളാ. എൻ്റെ ഭാഗ്യം മാത്രമല്ല, എൻ്റെ മോൻ്റെയും കൂടി ഭാഗ്യം അവൾ. എൻ്റെ മോൻ്റെ ദേഷ്യത്തിനും വാശിയിലുമൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനുമൊക്കെ അവളെപ്പോലുള്ള ഒരു പെണ്ണിനെ കഴിയൂ. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മല്ലികാമ്മയുടെ സഹായി ജാനകി ചായയുമായി എത്തി. ആ, ജാനകി ഇവിടെ ഉണ്ടായിരുന്നോ? സ്റ്റീഫൻ അവർക്ക് നേരെ തിരിഞ്ഞു. ആ, ഞാൻ അടുക്കളയിലായിരുന്നു. കുട്ടികൾ പോയതിനു ശേഷം മല്ലികാമ്മയുടെ കൂടെ സമാധാനിപ്പിക്കാനായി കുറേ നേരം ഇരുന്നു. അതുകൊണ്ട് തന്നെ അടുക്കളപ്പണികളൊക്കെ അവിടെ കിടന്നു. പ്രിയക്കുട്ടി പോകുമ്പോൾ പ്രത്യേകം പറയുന്ന കാര്യം അമ്മയെ നന്നായി ശ്രദ്ധിക്കണമെന്ന്. ഞാനത് എന്നും പാലിക്കുന്നുണ്ട്. ഇതും ഒരു നിമിത്തമാണ് ജാനകി. നിന്റെ വിധിയിൽ സന്തോഷിക്കുകയല്ല. നീ ഇങ്ങനെ ഒറ്റത്തടി ആയതുകൊണ്ടല്ലേ ഈ അമ്മയ്ക്കൊരു തണലാവാൻ കഴിഞ്ഞത്. ഇനി ഞാൻ നിൽക്കണില്ല, ഇറങ്ങട്ടെ മല്ലികാമ്മേ. സ്റ്റീഫൻ യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. മല്ലികാമ്മ വീണ്ടും കളിപ്പാട്ടങ്ങൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. ജാനകി മൂകയായി അടുക്കളയിലേക്കും. എൻ്റെ ഈ ചെറുകഥ ഇവിടെ അവസാനിക്കുകയാണ്.
ഈ കഥ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള കഥകളുമായി വരാം. താങ്ക്